ഹായ്. അടുത്ത ലോഡിന് പോകാനുള്ള ഒരുക്കത്തിലാണ്. വീട്ടിൽ നിന്ന് പോകുമ്പോൾ അരി സാധനവും എല്ലാം എടുത്തുകൊണ്ട് പോകൽ. വെളിച്ചെണ്ണ അരിനകത്ത് നിറച്ചു, മുളക് പൊടി മല്ലിപ്പൊടി ഒക്കെ അതിനകത്ത് നിറച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് വെളുത്തുള്ളി ഇതൊക്കെ പാക്ക് ചെയ്ത് കൊണ്ടുപോകൽ സാധാരണ വീട്ടിൽ നിന്ന് എടുത്തുകൊണ്ട് പോകലല്ല. പിന്നെ കഴിയുമ്പം സമ്പർക്കത്തിൽ വെളിയിൽ തുടങ്ങും. അപ്പോൾ ഞാൻ ലോഡൊന്നും ആയിട്ടില്ല. അടുത്ത ലോഡ് എപ്പോഴാകുമെന്ന് അറിയത്തില്ല. ഏതായാലും വണ്ടി കൊണ്ട് പോവുകയാണ്. ഗുണ്ടൽപേട്ടയ്ക്ക് പോകണം, മൈസൂരിന്. ഇവിടെ നിന്ന് കയറുകയാണ് എയർപോർട്ട്. പിന്നെ പഞ്ചാബിൽ നിന്ന് വന്ന ലോഡ് അൺലോഡ് ചെയ്തപ്പോൾ അത് വീഡിയോ എടുക്കാൻ പറ്റാത്ത സ്ഥലമായിട്ട് അവർ സമ്മതിച്ചില്ല. വീഡിയോ എടുക്കാൻ പറ്റിയെന്ന് പറഞ്ഞു. അത് കാരണം അൺലോഡ് ചെയ്തൊന്നും എടുത്തില്ല. അത് കട്ടായി പരിപാടി. മുതലാളി വിളിച്ചായിരുന്നു. അപ്പം മുതലാളിയോട് കൂടെ പറഞ്ഞേച്ച് ബാക്കിയായിരുന്നു. അപ്പം അതിൻ്റെ അത്രയും ഭാഗം ഞാൻ എടുത്തിട്ടുള്ളൂ. ബാക്കി എടുക്കാൻ പറ്റിയില്ല. അതെടുക്കാൻ സമ്മതിച്ചില്ല. അതുകൊണ്ട് എടുക്കാൻ പറ്റില്ല. അപ്പം അതിൻ്റെ അതും ഇതും കൂടെ കൂട്ടിയിട്ട് ബാലൻസ് കൂട്ടി ഒന്നിച്ചിടാം വീഡിയോ. അപ്പോൾ എല്ലാവരും കാണണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഇനി മറ്റേ ഇവിടുന്ന് അടുത്ത ലോഡ് പോകുന്നതിൻ്റെ വീഡിയോ ഇതിൻ്റെ തുടർച്ചയായിട്ട് ഞാനിടാം. വണ്ടിയിലോട്ട് ലോറിയിലോട്ട് പോകാനുള്ള സാധനമൊക്കെ കുഞ്ഞാ കുഞ്ഞ് അപ്പം പോയിട്ട് വെച്ചേ പോയിട്ട് കേട്ടോ. വണ്ടി കൊണ്ട് വെച്ചിട്ട് വരാം. നമ്മൾ രാജസ്ഥാനിൽ നിന്ന് ഭക്ഷണം ഉണ്ടാക്കുക. വണ്ടി ഇവിടെ ഉണ്ട്. ഞങ്ങൾ ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ കയറിയ ജിയോ മറ്റേ രാജസ്ഥാൻ ഹോട്ടലാണ്. ഒരു ചായക്കട കയറിയതാണ് ചായ കുടിക്കാൻ. അവിടുത്തെ ആൾക്കാരാണ്, വലിയ വലിയ പൈസക്കാരാണ് ആയിരിക്കുന്നത്. ഇത് നമ്മുടെ കട. नहीं हम लोग इधर ही आए हैं ना. आपका दुकान നല്ല വെള്ള കളറുള്ള മാർബിളാ. കട്ട് ചെയ്ത് ഇങ്ങനെ അടുക്കി വെച്ചേക്കാം. ഏത് സൈസിൽ വേണമെങ്കിലും കട്ട് ചെയ്ത് തരും. മുഴുവനതാ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ബൈ.